ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 7-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ ഓരോ ആഴ്ചയിലും ഓരോ മാസവും എങ്ങനെ ആ കുഞ്ഞ് വളരും. വേദവ്യാസന് എക്സ്റേ ഉണ്ടായിരുന്നില്ല, വേദവ്യാസന് CT സ്കാൻ ഉണ്ടായിരുന്നില്ല, വേദവ്യാസന് MRI സ്കാൻ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഗർഭത്തിലൊരു കുഞ്ഞുണ്ടായാൽ ഓരോ ആഴ്ച കുഞ്ഞിനെങ്ങനെ വളർച്ച ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായ വേദവ്യാസം പറഞ്ഞിട്ടുണ്ട്. വാത്മീകി രാമായണത്തിനകത്ത് ഈ കഥ ഗർഭത്തിലെ കുഞ്ഞിന്റെ വളർച്ച പറയുന്നുണ്ട്. എങ്ങനെ അവർ പറഞ്ഞു, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. പതിനെട്ട് പുരാണങ്ങളാണ് ഉള്ളത്. ആ 18 പുരാണത്തിൽ നിന്നാണ് 3 പുസ്തകങ്ങളെ ഭാഗവതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് ശ്രീമദ് ഭാഗവതം. അവിടെ വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച രാമ കൃഷ്ണ കൽക്കി, ദശാവതാര കഥ. രണ്ടാമതായി ഭാഗവതം വിളിക്കുന്നത് ദേവി ഭാഗവതമാണ്. ദേവിയുടെ ദശാവതാര കഥ ദേവി ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്നു. പിന്നെ ശിവപുരാണത്തിനെയാണ് ശിവഭാഗവതം എന്ന് വിളിക്കുന്നത്. ഈ 3 ഗ്രന്ഥങ്ങളാണ് പ്രാചീന ഹിന്ദുമത ഗ്രന്ഥങ്ങളായ ഭാഗവതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. പക്ഷേ വേദവ്യാസൻ എഴുതിയ 3 ഭാഗവതങ്ങളോട് താരതമ്യം കിട്ടത്തക്കവണ്ണം ഒരു 60 വർഷത്തിന് മുമ്പ് കേരളത്തിൽ എഴുതിയതാണ് അയ്യപ്പ ഭാഗവതം. അപ്പോൾ ഭാഗവതം പുരാണമായപ്പോൾ എന്താണ് പുരാണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുരാണം എന്ന് പറഞ്ഞാൽ വേദവ്യാസൻ അതിനെ നിർവഹിച്ചിട്ടുണ്ട്. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ 5 ലക്ഷണം. പുരാണത്തിന് 5 ലക്ഷണമാണ്. ഒന്ന് സർഗഞ്ച, ഈശ്വരൻ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. 2 പ്രതിസർഗഞ്ച, ഈശ്വരൻ ഈ ഭൂമിയിൽ പസഫിക് സമുദ്രം ഉണ്ടാക്കി, അറബിക്കടൽ ഉണ്ടാക്കി, ഹിമാലയ പർവ്വതം ഉണ്ടാക്കി, സസ്യശ്യാമളമായ കേരളം ഉണ്ടാക്കി. ഇങ്ങനെ കുറേ അത്ഭുതം ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. സർഗഞ്ച. പിന്നെ പ്രതിസർഗഞ്ച, മനുഷ്യൻ എന്തൊക്കെയാണ് ഭൂമിയിൽ ഉണ്ടാക്കിയത്. മനുഷ്യൻ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, ഹസ്തിനപുരം പണിഞ്ഞു, പിന്നെ എംബാസഡർ ബിൽഡിംഗ് പണിഞ്ഞു, മഹത്തായ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ മനുഷ്യനുണ്ടാക്കുന്നത് പ്രതിസർഗഞ്ച. പിന്നെ വംശോ, വംശപാരമ്പര്യം. രാമായണത്തിൽ ശ്രീരാമേന്ദ്രന്റെ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പേര് പറഞ്ഞാൽ അപ്പോഴെ പുരാണത്തിലെ വംശാവലി വരും. മനുവിന്റെ വംശപരമ്പരയിൽ 5ാമതായി വന്ന ഇക്ഷ്വാകുവിന്റെ ഇക്ഷ്വാകു രാജവംശത്തിൽ ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥന്റെ വംശപരമ്പരയിൽ ചക്രവർത്തിയായിരുന്ന ഹരിചന്ദ്രന്റെ വംശപരമ്പരയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് പറിക്കുന്ന ത്രിശങ്കുവിന്റെ വംശപരമ്പരയിൽ ജനിച്ച രഘുവിന്റെ വംശപരമ്പരയിലെ, ദിലീപിന്റെ വംശപരമ്പരയിലെ ദശരഥന്റെ മകൻ ശ്രീരാമൻ. 42 തലമുറയാണ്. അപ്പോൾ പുരാണങ്ങളുടെ 3ാമത്തെ ഭാഗമാണ് വംശപരമ്പര, ജീനിയോളജിക്കൽ ചാർട്ട്, ജീനിയോളജി. പിന്നെന്താണ്, വംശം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാലഗണന അങ്ങോട്ട് വരികയാണ്. ലോകത്തെല്ലാവരും ലീനിയർ ഹിസ്റ്ററി എഴുതി. BC, AD, ഓൾഡ് ഏജ്, ന്യൂ ഏജ്, സയന്റിഫിക് ഏജ്, ഇങ്ങനെ അങ്ങോട്ട് എഴുതി. ഹിന്ദുക്കളാണ് ലോകത്തിൽ ആദ്യമായി സൈക്ലിക്കൽ ഹിസ്റ്ററി എഴുതിയത്. കൃതയുഗം വരുന്നു, അത് കഴിഞ്ഞ് ത്രേതായുഗം വരും, പിന്നെ ദ്വാപരയുഗം വരും, പിന്നെ കലിയുഗം വരും, പിന്നെ വീണ്ടും കൃതയുഗത്തിലോട്ട് പോകും. സൈക്ലിക്കൽ ഹിസ്റ്ററി എഴുതി അവർ. അതാണ് ചരിത്രപരമായിട്ടുള്ള വിശകലനം. മന്വന്തരാണി. ലോകത്തിൽ 14 മന്വന്തരങ്ങളാണ്. അതിൽ 7ാമത്തെ മന്വന്തരത്തിലാണ് നിങ്ങൾ ഞാനും ഇരിക്കുന്നത്. വൈശ്വത മന്വന്തരം. വൈശ്വത എന്ന സൂര്യഭഗവാൻ. സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടം. ഓരോ മന്വന്തരത്തിനും 4 കാലമുണ്ട്. കൃതത്രേത ദ്വാപര കലി. ഇപ്പൊ കൃതയുഗത്തിൽ 4 അവതാരം, ത്രേതായുഗത്തിൽ 3 അവതാരം, ദ്വാപരയുഗത്തിൽ 2 അവതാരം, കലിയുഗത്തിൽ 1 അവതാരം. 4, 3, 2, 1 ഡിസെൻഡിങ് ഓർഡറിലാണ് ഭഗവാൻ വരുന്നത്. അങ്ങനെയുള്ള മന്വന്തരങ്ങളുടെ കഥ. അപ്പൊ ഈ വൈശ്വത മന്വന്തരം കഴിഞ്ഞാൽ അടുത്ത മന്വന്തരം എപ്പോഴാണ്? വൈശ്വത മന്വന്തരം തീരുമ്പോൾ സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യനുണ്ടാവില്ല. വേദവ്യാസൻ പറയുന്നു അടുത്ത മന്വന്തരം വരുന്നത് റാസ അൽഗതി, തൃക്കേട്ട നക്ഷത്രത്തിന്റെ വ്യൂഹത്തിലാണ് മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത്. ഇതാണ് മന്വന്തരാണി. പിന്നെ വംശാനുചരിതം. ഒരു കുടുംബം എങ്ങനെയാണ് മറ്റൊരു കുടുംബമായി ലയിച്ച് മാറിപ്പോകുന്നത്.
ഋഗ്വേദത്തിലെ പ്രസിദ്ധമായ രാജാവായിരുന്ന സുദാസ്, അദ്ദേഹം ഭരതകുലത്തിലെ ആളായിരുന്നു. അത് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി പൂരുവംശത്തെ, എന്നിട്ട് പൂരുവംശത്തിലെ രാജകുമാരിയെ കല്യാണം കഴിച്ചു. ഭരതവംശവും പൂരുവംശവും ഒത്തുചേർന്നപ്പോൾ അത് കുരുവംശമായി. ആ കുരുവംശത്തിലാണ് ധൃതരാഷ്ട്രം പാണ്ഡുവും ഉണ്ടാവുന്നത്. അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾ ഭരണത്തിലെത്തുമ്പോൾ പാണ്ഡു കുന്തിദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് കുരു യദു രാജവംശമായി. പാണ്ഡവന്മാർ ഭരിക്കാൻ വന്നപ്പോൾ കുരു യദു രാജവംശമായിരുന്നത് ഒരു പാഞ്ചാലിയെ കല്യാണം കഴിച്ചപ്പോൾ കുരു യദു പാഞ്ചാല രാജവംശമായി. യുദ്ധം കഴിഞ്ഞപ്പോൾ പാഞ്ചാലയുടെ 5 മക്കളും കൊല്ലപ്പെട്ടു. പിന്നെ ഉത്തരയുടെ വയറ്റിൽ കിടന്ന മകനാണ് പിന്നീട് രാജാവായി മാറുന്നത്, പരീക്ഷിത് രാജാവ്. അപ്പോഴേക്കും അത് കുരു യദു പാഞ്ചാല വിരാട രാജവംശമായി മാറുകയാണ്. ഇതാണ് വംശാനുചരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭാഗവതത്തിന് 5 ഭാഗം: സർഗഞ്ച, പ്രതിസർഗഞ്ച, വംശോ മന്വന്തരാണി, വംശാനുചരിതം ചൈവ പുരാണോപഞ്ചലക്ഷണം. അപ്പോൾ വേദവ്യാസൻ എഴുതിയ 3 ഭാഗവതങ്ങൾ: ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങൾ, ദേവി ഭാഗവതം ദേവിയുടെ ദശാവതാരം, പിന്നെ ശിവപുരാണം പരമശിവന്റെ 18 അവതാരങ്ങൾ, അഷ്ടദശാവതാരങ്ങൾ, 18 അവതാരങ്ങൾ. 12 മനുഷ്യരൂപം, 6 മൃഗരൂപം. അങ്ങനെയാണ് പരമശിവന്റെ 18 അവതാരം. ഈ അവതാരങ്ങളുടെ കഥ പറയുന്ന വേദവ്യാസന്റെ ഭാഗവതങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഭാഗവതം എഴുതപ്പെട്ടിട്ടുള്ളൂ. അത് 60 വർഷത്തിന് മുമ്പ് മലയാളിയായി ജനിച്ച ആൾ എഴുതിയ അയ്യപ്പ ഭാഗവതമാണ്. അയ്യപ്പ ഭാഗവതത്തിലൂടെ അയ്യപ്പ ഭഗവാന്റെ ചരിത്രം വളരെ ഭംഗിയായി വരികയാണ്. അയ്യപ്പ ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട 8 ഭാഗങ്ങളുണ്ട്. നിങ്ങളെല്ലാം അത് കേട്ടതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യത്തെ കഥ താരക ബ്രഹ്മമാണ്. താരക ബ്രഹ്മത്തിൻ്റെ കഥ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്നാണ് വരുന്നത്. ലോകത്തിൽ റേഡിയോ ടെലസ്കോപ്പ് 1932 എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ എസ്റ്റാബ്ലിഷ് ഹെയ്ലി പറഞ്ഞു, ബിഗ് ബാങ് തിയറി, പ്രപഞ്ചം ഉണ്ടായത് ഒരു അണ്ടം പോലെ ഒരു സാധനത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പ്രപഞ്ചം ഉണ്ടായി. വെറും 100 വർഷങ്ങൾക്ക് മുമ്പ് ഹെയ്ലി പറഞ്ഞ സാധനം 4000 കൊല്ലത്തിന് മുമ്പ് വേദവ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു അണ്ടമുണ്ടായിരുന്നു. അണ്ടം പൊട്ടിത്തെറിച്ച് 50 കോടി നക്ഷത്രങ്ങളും അതിൻ്റെ ചുറ്റും ഗ്രഹങ്ങളും ഉണ്ടായി. ഹെയ്ലി ആ ചരിത്രം പറയുന്നതിനേക്കാളും 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കഥ കൃത്യമായി പറയുന്നു. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 7-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ ഓരോ ആഴ്ചയിലും ഓരോ മാസവും എങ്ങനെ ആ കുഞ്ഞ് വളരും. വേദവ്യാസന് എക്സ്റേ ഉണ്ടായിരുന്നില്ല, വേദവ്യാസന് CT സ്കാൻ ഉണ്ടായിരുന്നില്ല, വേദവ്യാസന് MRI സ്കാൻ ഉണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് ഗർഭത്തിലൊരു കുഞ്ഞുണ്ടായാൽ ഓരോ ആഴ്ച കുഞ്ഞിനെങ്ങനെ വളർച്ച ഉണ്ടാവുമെന്ന് വളരെ കൃത്യമായി വേദവ്യാസം പറഞ്ഞിട്ടുണ്ട്. വാത്മീകി രാമായണത്തിനകത്ത് ഈ കഥ ഗർഭത്തിലെ കുഞ്ഞിൻ്റെ വളർച്ച പറയുന്നുണ്ട്. എങ്ങനെ അവർ പറഞ്ഞു, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ലോകത്തിലെല്ലാവരും പറഞ്ഞു ഭൂമി പരന്നാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ആദ്യമായി ഭൂമി പരന്നതല്ല, ഈ കാണുന്നതൊക്കെ ഗോളമാണ്. സൂര്യഗോളം, സൂര്യൻ ഉരുണ്ടിരിക്കുകയാണ്. ചന്ദ്രഗോളം ഉരുണ്ടിരിക്കുകയാണ്. ഭൂഗോളം, ലോകത്തെല്ലാവരും ഭൂമി പരന്നാന്ന് പറഞ്ഞു. ബ്രഹ്മാണ്ഡ പുരാണം 4000 വർഷം എന്ന് പറഞ്ഞു ഭൂഗോളം, ഭൂമി ഒരു ഗോളമാണ്, അണ്ടത്തിന്റെ ഷേപ്പാണ്. ഈ ബ്രഹ്മത്തെ അവർ വിളിച്ചു ബ്രഹ്മാണ്ഡ കടാഹം, യൂണിവേഴ്സിനെ ബ്രഹ്മാണ്ഡ കടാഹം എന്ന് വിളിച്ചു. അതിന് നടുക്കുകൂടി ഗംഗാനദി ഒഴുകുകയാണ്. അതുകൊണ്ടാണ് മിൽക്കി വേ, പാലാഴി മദനം നടന്ന കഥ അയ്യപ്പനോട് ബന്ധപ്പെട്ട കഥയാണ്. ആ പാലാഴി മദനം, പാലാഴി ഒഴുകുന്നത് മിൽക്കി വേ, സൂര്യനുൾപ്പെട്ട കോൺസ്റ്റലേഷനെ, ഗാലക്സിയെ ഇന്ന് ലോകം മുഴുവൻ വിളിക്കുന്നത് എന്താണ്? മിൽക്കി വേ. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞ പോലെ പാലാഴി ഒഴുകുന്ന മിൽക്കി വേ എന്ന് നമ്മുടെ ഭൂമിയെയും സൂര്യനെയും സൗരയൂഥത്തെയും ഉൾപ്പെട്ട വിശാലമായ ചരിത്രം പറയാണ്. ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് താരക ബ്രഹ്മത്തിൻ്റെ കഥ പറയുന്നത്. താരക ബ്രഹ്മത്തിൻ്റെ താരത്തിൻ്റെ പൊസിഷൻ വെച്ചിട്ട് അയ്യപ്പ ഭഗവാന്റെ ജനനം പ്രവചിക്കുന്നത് എങ്ങനെയാണ്, അതാണ് താരക ബ്രഹ്മത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. രണ്ടാമതായി അയ്യപ്പ ഭാഗവതത്തിൽ പറയുന്നത് ലീലയുടെ കഥയാണ്. ആ ലീലയും കാമുകനും ജീവിച്ചിരുന്ന കാലത്തെ കഥ. ആ കഥ എങ്ങനെയാണ് അയ്യപ്പനിലേക്ക് എത്തിയെന്നുള്ളത് രണ്ടാമതായി കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. മൂന്നാമതായി രേഖപ്പെടുത്തുന്നത് മഹിഷി നിഗ്രഹമാണ്. എങ്ങനെയാണ്
മഹിഷി ലോകത്തെ മുഴുവൻ വിരട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ മഹിഷി എങ്ങനെയാണ് അയ്യപ്പ ഭഗവാൻ പരാജയപ്പെടുത്തിയത്? അങ്ങനെ അയ്യപ്പ ഭഗവാൻ പരാജയപ്പെടുത്തിയ സ്ഥലത്ത് വെച്ച് മഹിഷി അല്ലെങ്കിൽ എരുമയെ കൊന്ന സ്ഥലം എരുമക്കൊല്ലി എന്നറിയപ്പെട്ടു. ആ എരുമക്കൊല്ലിയാണ് ഇപ്പോൾ എരുമേലി എന്ന് വിളിക്കുന്ന സ്ഥലം. അവിടെയാണ് നമ്മൾ പ്രസിദ്ധമായ പേട്ടതുള്ളൽ നടത്തുന്ന സ്ഥലം, മഹിഷി നിഗ്രഹം. നാലാമതായി പാലാഴി മദനത്തിൻ്റെ കഥയാണ്. ആ പാലാഴി മദനത്തിൻ്റെ അവസാനം വിഷ്ണു ഭഗവാൻ മോഹിനിയായി രംഗത്ത് വരികയും ആ മോഹിനിയിൽ പരമശിവനൊരു കുട്ടി ഉണ്ടാവുകയും ആ കുട്ടി അയ്യപ്പനായി ഭവിക്കുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പൻ്റെ ജനനത്തിൻ്റെ കഥയാണ് പാലാഴി മദനത്തിൻ്റെ കഥയിൽ പറയുന്നത്. 5-ാം ഭാഗത്തിൽ മണികണ്ഠനായ അയ്യപ്പൻ എങ്ങനെയായിരുന്നു, 12 രാജവംശവുമായി ബന്ധപ്പെട്ട് വന്ന മണികണ്ഠൻ എങ്ങനെയാണ് അയ്യപ്പനായി ഭവിക്കുന്നതെന്ന കഥ 5-ാമതായി പറഞ്ഞു. 6-ാമത് പരശുരാമൻ മഴുവും ചുരുട്ടി വീഴുന്നു. ആ പരശുരാമനും അയ്യപ്പ ഭഗവാനും തമ്മിൽ കാണുന്ന കഥ പറയുകയാണ്. 6-ാമതായി മാളികപ്പുറത്ത് അമ്മ ഭഗവതി എങ്ങനെയാണ് മാളികപ്പുറത്ത് അമ്മയായത് എന്ന ശ്രദ്ധേയമായ കഥ പറയും. 7-ാമതായി അവിടെ ശ്രദ്ധേയമായി 12 രാജവംശവുമായി ബന്ധപ്പെട്ട കഥ പറയും. പിന്നെ അഗസ്ത്യമുനി വിദ്യാപർവ്വതം കഴിഞ്ഞ് തെക്കോട്ട് വരികയും അങ്ങനെ കാട്ടിൽ വെച്ച് അയ്യപ്പ ഭഗവാനെ കണ്ടെത്തി അയ്യപ്പ ഭഗവാൻ എവിടെയാണ് കുടികൊള്ളാൻ പോകുന്നതെന്ന് പ്രവചിക്കുകയും ചെയ്യും. 8 കഥകളാണ് അയ്യപ്പ ഭാഗവതത്തിൽ പറയുന്നത്. 18 പുരാണങ്ങളിലും അയ്യപ്പൻ എന്ന വാക്കില്ല, 18 ഉപപുരാണത്തിലും അയ്യപ്പൻ എന്ന വാക്കില്ല. അയ്യപ്പൻ്റെ വിശ്വാസ സംഹിത കേരളത്തിൽ നിന്ന് ലോകത്തിന് മുഴുവൻ കൊടുത്തൊരു അത്ഭുതമാണ്. പക്ഷേ അത്ഭുത സംഹിത പറയുമ്പോൾ അയ്യപ്പൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട പാലാഴി മദനത്തിൻ്റെ കഥ പറയുമ്പോഴാണ് എന്താണ് അയ്യപ്പനെന്ന് മനസ്സിലാവുന്നത്. പാലാഴി മദനത്തിൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. ദുർവാസാവ് വരികയായിരുന്നു. സ്ത്രീകൾ അദ്ദേഹത്തിനൊരു മാല ഇട്ട് കൊടുത്തു. ദുർവാസാവ് ഇങ്ങനെ കഴുത്തിലിടാൻ തുടങ്ങിയപ്പോഴാണ് ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് വരുന്നു. അപ്പോൾ ദുർവാസാവ് എന്ത് ചെയ്തു? ആ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ മസ്തകത്തിലോട്ട് വെച്ചു. അപ്പോൾ പൂക്കൾക്കകത്ത് നിന്ന് കുറേ ഈച്ചയും ചെള്ളുമൊക്കെ ഇറങ്ങി വന്നു. ഐരാവതത്തിന് ശല്യമായി. ഐരാവതൻ എന്ത് ചെയ്തു? ഹാരം എടുത്തൊരൊറ്റ ഏറ് വെച്ചു കൊടുത്തു. ഇത് കണ്ട ദുർവാസാവ് പറഞ്ഞു, ദുർവാസാവ് പരമശിവൻ്റെ 18 അവതാരത്തിലുള്ള ഒരാളാണ്. നിനക്ക് ജരയും നരയും ഉണ്ടാവട്ടെ ദേവന്മാർക്ക്, വാർദ്ധക്യവും മരണവും ജരയും നരയും ഓൾഡ് ഏജ് എന്ന ശാപം ഉണ്ടായി. ആ ശാപത്തിൽ നിന്ന് പരിഹരിക്കാൻ വേണ്ടി പാലാഴി മദനത്തിലേക്ക് എത്തുകയാണ്. പരിഹാരം പാലാഴി മദനം. ഈ ദുർവാസാവ് എല്ലാവരെയും ശപിച്ച് നശിപ്പിക്കും. ശകുന്തലയുടെ ഇടപാട് കഴിച്ച് ഓരോരുത്തരുടെ ഇടപാട് കഴിക്കും. അതുകൊണ്ട് അന്നത്തെ പെണ്ണുങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ്. അവരെന്തെന്നറിയാമോ? ഹാരം ഉണ്ടാക്കി അതിനകത്ത് ചെള്ള് ഈച്ചയൊക്കെ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. അതങ്ങ് ദുർവാസാവ് കഴുത്തിലോട്ട് ഇട്ടിരുന്നെങ്കിൽ ഈച്ചയും ചെള്ളെല്ലാം കൂടെ ദുർവാസാവിൻ്റെ മൂക്കിനും ചെവിക്കകത്ത് കയറി അവൻ്റെ ഇടപാട് കഴിഞ്ഞതിനായിരുന്നു. അതിന് ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ ഇത് പണിയാൻ. പക്ഷെ ഗ്രഹപ്പഴയ്ക്ക് അപ്പോഴാണ് ഇന്ദ്രൻ വന്ന് കയറിപ്പോയത്. ഈ ദുർവാസാവ് എടുത്ത് ഇന്ദ്രന് കൊടുക്കുകയും കഥ അങ്ങ് തിരിഞ്ഞുപോയി. പ്ലാനിങ് ഇച്ചിരി തെറ്റിപ്പോയി. വാർദ്ധക്യം വരികയാണ്, ജനയും നരയും രക്ഷപ്പെടണം. അതിൻ്റെ ചെയ്തു ദേവന്മാർ പോയി ആലോചിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോയി അസുരന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. നിങ്ങൾ അസുരന്മാരുമായിട്ട് പോയി കൂട്ടുകൂടിയിട്ട് ചെയ്യണം. അങ്ങനെ ദേവന്മാരും അസുരന്മാർ യുദ്ധം ചെയ്യുമ്പോൾ ദേവന്മാരും അസുരന്മാരുടെ ഒരു യോജിപ്പിലെത്തി. അങ്ങനെ പാലാഴി മദനം നടത്താൻ വേണ്ടി മഹാബലി ചക്രവർത്തി ഏൽപ്പിച്ചു. ഓണത്തിൻ്റെ കഥയിൽ 2 മാസം നമ്മൾ ഓർക്കുന്ന മഹാബലി ചക്രവർത്തിയില്ലേ, നമ്മൾ ഓണത്തിൻ്റെ പാർട്ടി മാവേലി നാടു വാണങ്കാട് എന്ന് പറയുന്ന മഹാബലി ചക്രവർത്തി, അദ്ദേഹമാണ് അസുരന്മാരുടെ രാജാവ്. അദ്ദേഹത്തെ കൊണ്ടങ്ങോട്ട് ഏൽപ്പിച്ചു. അദ്ദേഹം ദേവന്മാരും അസുരന്മാരെയും കൂടെ കൂട്ടി പാലാഴി മദനം നടത്തി പ്രശ്നം പരിഹരിക്കാൻ. പാലാഴി മദനത്തിൻ്റെ കഥ നമ്മളോട് പറയുന്നു, മനുഷ്യർ തമ്മിൽ മത്സരം ഉണ്ടാവും. പക്ഷെ നാടിൻ്റെ നന്മയ്ക്കായി ഈ മത്സരം നടത്താൻ പാടില്ല. അപ്പോൾ നാടിൻ്റെ നന്മയ്ക്കായി ഒരു രാഷ്ട്രീയ വൈരാഗ്യവും ഒരു മതപരമായ വൈരാഗ്യവും വെച്ചിരിക്കരുതെന്ന് പാലാഴി മദനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാലാഴി മദനം നടക്കുമ്പോൾ അതിനുവേണ്ടി ഈ മല കൊണ്ടുവന്നൊരു കറക്കണം. അപ്പോൾ തറയിൽ ഉറച്ച മര കലക്കാൻ പറ്റുമോ? അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് ആമയായിട്ട് അതിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്തോളാന്ന് പറഞ്ഞു.
അങ്ങനെ വിഷ്ണു ഭഗവാൻ ആമയായി വന്നു. എന്തിനാണ് ഈ ആമയായിട്ട് വന്നത്? വേറെ ഏതെങ്കിലും മൃഗമായിട്ട് വന്നാൽ പോരായിരുന്നു? പറ്റിയല്ല. ആമയ്ക്ക് മാത്രമേ കടലിലും കരയിലും ഒരുപോലെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം മദനം നടക്കുന്ന കടലിലാണെങ്കിലും അതിൻ്റെ ആക്ഷൻ നടക്കുന്ന കരയിലാണ്. ഈ രണ്ട് ആക്ഷൻ കൂടി യോജിപ്പിക്കാൻ ആമയ്ക്ക് പറ്റും. ആമയ്ക്ക് വെള്ളത്തിലും ജീവിക്കാം, കരയിൽ. ആംഫിബിയനാണ് ഈ ആമ. പിന്നെ നിങ്ങളെല്ലാം ആമയും മുയലും തമ്മിലുള്ള കഥ കേട്ടിട്ടുണ്ടാവും. ആമയും മുയലും കൂടെ മത്സരിച്ചു. മുയലൊരു ഓട്ടം ഓടി, തിരിഞ്ഞു നോക്കി, ആമ പതുക്കെ പതുക്കെ വരികയാണ്. മുയൽ ഇച്ചിരി റെസ്റ്റ് എടുത്ത് കുറച്ചേരം ഉറങ്ങി. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഓടി, പിന്നെ മുയലവിടെ ഇരുന്നു. ആമ ടക്കേ 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 നടന്നിട്ട് മത്സരം ജയിച്ചു. ഈ നമ്മളെ ചെറുപ്പത്തിൽ പഠിച്ച കഥ ശരിയാണോ? BBC വേൾഡ് സർവീസ് ഒരു റിയൽ കോൺടെസ്റ്റ് നടത്തി ലണ്ടൻ പട്ടണത്തിൽ. ഒരു 500 മീറ്റർ ട്രാക്ക് ഉണ്ടാക്കി. ഒരു ട്രാക്കിൽ മുയലിനെ വെച്ചു, മറ്റേ ട്രാക്കിൽ ആമയും വെച്ചു. വിസിലടിച്ചു. മുയലൊരൊറ്റ ഓട്ടം ഓടി 100 മീറ്റർ ഓടി അവിടെ നിന്നു. മുയലിൻ്റെ കുഴപ്പമില്ല കേട്ടോ. മുയലിനെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് കോൾഡ് ബ്ലഡ് ആനിമലായിട്ടാണ്. കോൾഡ് ബ്ലഡ് ആനിമലിന് ഒറ്റ സ്ട്രെച്ചിൽ 100-150 മീറ്റർ ഓടാൻ പറ്റും. പിന്നെ അവിടെ നിൽക്കും. പിന്നെ ശ്വാസം എടുത്തിട്ട് കോർപ്പസൽസിനകത്തൊക്കെ ഓക്സിജൻ കിട്ടിയിട്ട് അതിന് ഓടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറുനരിക്കും പട്ടിക്കൊക്കെ മുയലിനെ പിടിക്കാൻ പറ്റുന്നത്. അത് ഓടി വരും. ഇവനിൽ കുറച്ച് ദൂരം ഓടിയിട്ട് അവന് പിന്നെ ഓടാൻ പറ്റിയല്ല, പിടിക്കും. അങ്ങനെ വീണ്ടും ശ്വാസം കെട്ടി മുയൽ വീണ്ടും എടുത്തു. പക്ഷേ ആമ ടക്കേ 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 എന്നങ്ങ് നടന്നിട്ട് മുയൽ 450 മീറ്റർ ഓടിയപ്പോഴേക്കും ആമ 500 മീറ്റർ ഓടിയിട്ട് മത്സരം ജയിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ BBC വേൾഡ് സർവീസ് എടുത്തിട്ട് റാബറ്റ് ആൻഡ് ടൊട്ടോയ്സ് ഫൈറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ഈ റിയൽ മത്സരം നമുക്ക് ടെലിവിഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആമയുടെ പരിപാടി. അപ്പോൾ ആമയ്ക്ക് എന്താ ഗുണം? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ ആമ ഒരിക്കലും നിൽക്കാതെ ഓടി ലക്ഷ്യത്തിലെത്തിച്ചേരും. മുയലൊക്കെ ആരംഭ ശൂരത്വം പക്ഷെ പിന്നെ അത് മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഭഗവാൻ രണ്ടാമത്തെ അവതാരം കൂർമ്മ അവതാരമായി എടുത്തത്.